എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നമ്മൾ ആർട്ടിക്കിൾസിനെ കുറിച്ച് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾസ് 2 തരത്തിലുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും. അതിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച ക്ലാസ്സുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായി കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന്റെ പ്രയോഗത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ നന്നായി കേൾക്കുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നോക്കാം, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ എവരി എന്ന അർത്ഥത്തിൽ എ ഓർ ആൻ ഉപയോഗിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ഒരു സെന്റൻസിൽ ആർട്ടിക്കിൾസ് ഫിൽ ചെയ്യാനായിട്ട് പറയുമ്പോൾ അവിടെ എവരി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ ഓർ ആൻ ഉപയോഗിക്കണം. ഇത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹി ഗെറ്റ്സ് ₹3,000 dash a month. He gets 3,000. 3000 രൂപ അവന് ലഭിക്കുന്നു. ഡാഷ് മന്ത് എന്നാണ് എൻ്റെ അർത്ഥം. എന്താ? എല്ലാ മാസവും, ഓരോ മാസവും, എവരി മന്ത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എ മന്ത് എന്നാണ്. ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക എ മന്ത്. അപ്പോൾ ഓരോ മാസവും എവരി മന്തിൽ 3,000 rupees അവന് ലഭിക്കുന്നു. മറ്റൊരു ഉദാഹരണം എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി എന്നിങ്ങനെ സൂചിപ്പിക്കുന്നിടത്ത് അവയുടെ മുന്നിൽ എ ഓർ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്തൊക്കെയാ? പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി ഇവയുടെയൊക്കെ മുന്നിലും എ ഓർ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. എക്സാമ്പിൾ നോക്കാം. ഐ ആം ഡാഷ് IAS ഓഫീസർ. ഐ ആം ഡാഷ് IAS ഓഫീസർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ആ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുക ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഹി ഈസ് ഡാഷ് ഹിന്ദു എന്നാണ്. ഇവിടെ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ആ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആരൊക്കെയാ? എ, ആൻ. അതിൽ ആരെ ഉപയോഗിക്കണം? എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എ. അപ്പോ എങ്ങനെ മനസ്സിലായി? ഹീസ് എ ഹിന്ദു. അവിടെ കാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ഷീ ഈസ് ഡാഷ് ഇന്ത്യൻ. ഇവിടെ നാഷണാലിറ്റിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെയും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അവിടെ ഉപയോഗിക്കുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച 3ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് 2 ഉദാഹരണങ്ങൾ കൂടിയാണ് പറഞ്ഞത്.